സന്ധ്യാസമയത്ത് മീൻ നന്നാക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും നമുക്ക് മിക്കപ്പോഴും ഈ സമയത്താണ് മീൻ കിട്ടാറ്. ഇന്ന് എന്തോ സമയം വൈകിയതുകൊണ്ടാണോ എന്ന് അറിയില്ല, വാങ്ങിയപ്പോ നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വേഗം ഉപ്പ് തിരുമ്മി അത് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ പൽഞ്ഞീൻ ഉണ്ടായതുകൊണ്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ചട്ടി വെച്ച് വേഗം എന്തായാലും കറി വെക്കാന്ന് വിചാരിച്ചു. ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും കൂടി ഒരു പേസ്റ്റ് ആക്കി എടുത്ത് അത് നന്നായിട്ട് വഴണ്ടു വന്നപ്പോൾ അതിലേക്ക് തക്കാളി പേസ്റ്റും കൂടി ഇട്ടു കൊടുത്തു. ആ തക്കാളി വഴണ്ടു വരുന്ന സമയം കൊണ്ട് തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ച് വെള്ളത്തിൽ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തു കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ചു വന്നപ്പോൾ അതിലേക്ക് കുടപ്പുളിയുടെ വെള്ളവും ഉപ്പും കൂടി ചേർത്തു. അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞു മീയക്കുട്ടിയും കൂടെ കൂടിയിട്ടുണ്ട്. ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉള്ളിപ്പാത്രത്തിലെ വെളുത്തുള്ളിയും ഉള്ളിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കളിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പൊ ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. 9 മണിയാണ് ഇവിടെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കേണ്ട സമയം. അപ്പൊ വേഗം വറക്കാനുള്ള മീനിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചു കേട്ടോ. മീൻകറിയുടെ ഗ്രേവി വറ്റി വന്നപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ മീൻ വറക്കാനും വെച്ചിട്ടുണ്ട്. മിക്കപ്പോഴും മീൻകറി വെക്കുമ്പോൾ തേങ്ങാപ്പാലാണ് വെക്കാറ്. ഇന്നെന്തോ എനിക്ക് തീരെ സുഖമില്ല, ജലദോഷത്തിന്റെ ഒരു തുടക്കമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എളുപ്പപ്പണി ചെയ്തത്. അപ്പൊ പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വന്നപ്പോൾ മീൻകറിയും സെറ്റായി. 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളും ഫുഡ് കഴിച്ചു. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത